നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രശസ്ത സിനിമാ നിർമ്മാതാവും നടൻ ജീവയുടെ പിതാവുമായ ആർ.ബി. ചൗധരിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് സിനിമാ ലോകം. രാജസ്ഥാനിലെ ഉദയ്പൂരിലുണ്ടായ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം സംഭവിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. മൃതദേഹം ഇന്ന് ചെന്നൈയിലെത്തിക്കും. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന SUV നിയന്ത്രണം വിട്ട് റോഡ് ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. റോഡിന്റെ വശത്തുള്ള വലിയ കൊക്കയിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള രീതിയിലായിരുന്നു വാഹനം നിന്നിരുന്നതെങ്കിലും ഭാഗ്യവശാൽ ഹൈവേയിലെ ഡിവൈഡറിൽ തട്ടി നിൽക്കുകയായിരുന്നു. പ്രശസ്ത നടന്മാരായ ജീവ, ജിത്തൻ രമേശ് എന്നിവരുൾപ്പെടെ 4 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. സുരേഷ് ചൗധരി, ജീവൻ ചൗധരി എന്നിവരാണ് മറ്റു മക്കൾ. പിതാവ് നിർമ്മിച്ച നിരവധി സിനിമകളിൽ ജീവയും ജിത്തൻ രമേശും വേഷമിട്ടിട്ടുണ്ട്. മകൻ സുരേഷ് ചൗധരിയും നിർമ്മാണ രംഗത്ത് സജീവമാണ്. സിനിമാ നിർമ്മാണത്തിനൊപ്പം സ്റ്റീൽ, ജ്വല്ലറി, കയറ്റുമതി ബിസിനസ്സും നടത്തിയിരുന്നു. തമിഴ്നാട് സ്വദേശിയായ മെഹ്ജബീനാണ് ഭാര്യ. സംസ്കാര ചടങ്ങ് ബുധനാഴ്ച ചെന്നൈയിൽ നടക്കും. മരണത്തിൽ സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അനുശോചിച്ചു. 1980 ആരംഭിച്ച ചലച്ചിത്ര നിർമ്മാണ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ ടീം തന്നെയാണ് മരണവാർത്ത അറിയിച്ചത്. സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന ബാനറിൽ തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ 100ഓളം സിനിമകൾ നിർമ്മിച്ചു. 1988 സൂപ്പർ ഗുഡ് ഫിലിംസ് ബാനറിൽ ആർ.ബി. ചൗധരി സിനിമകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. 1990 പുറത്തിറങ്ങിയ തമിഴ് സിനിമ പുതുവസന്തമാണ് ആദ്യ ചിത്രം. ഈ ചിത്രത്തിലൂടെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി. തുടർന്ന് KS രവികുമാർ സംവിധാനം ചെയ്ത പുരിയാത പുതിർ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വലിയ ശ്രദ്ധ നേടി. 2006 പുറത്തിറങ്ങിയ കീർത്തിചക്ര, ചേരൻ പാണ്ഡ്യൻ, നാട്ടാമൈ, പൂവേ ഉനക്കാക, സുന്ദരപുരുഷൻ, സൂര്യവംശം, തുള്ളാത മനവും തുള്ളും, ആനന്ദം, ജില്ല, ഗോഡ്ഫാദർ, മാരീസൻ, മകുടം തുടങ്ങിയ ഒട്ടേറെ ശ്രദ്ധേയമായ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. 7 തവണ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഈറോട്ടിക് ചിത്രങ്ങളായ ആദിപാപവും ലയനവും ഒക്കെ നിർമ്മിച്ചുകൊണ്ട് 80കളുടെ അവസാനമാണ് ആർ.ബി. ചൗധരി സിനിമാ നിർമ്മാതാവിന്റെ കുപ്പായം അണിയുന്നത്. 1990 പുതുവസന്തം എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് തമിഴ് സിനിമയിലെത്തി. സൂപ്പർ എന്നായിരുന്നു തുടക്കത്തിൽ ആർ.ബി. ചൗധരിയുടെ നിർമ്മാണ കമ്പനിയുടെ പേര്. ഗുഡ് നൈറ്റ് മോഹനുമായി ചേർന്നാണ് ആദ്യ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചത്. ഇരുവരും പിരിയാൻ തീരുമാനിച്ചപ്പോൾ ഗുഡ് നൈറ്റിന്റെ ഗുഡ് കൂടി ചൗധരി തന്റെ നിർമ്മാണ കമ്പനിയുടെ പേരിനൊപ്പം ചേർക്കുകയായിരുന്നു. തമിഴിൽ പിൽക്കാലത്ത് പ്രശസ്തരായ KS രവികുമാർ, വിക്രമൻ, ലിംഗുസ്വാമി എന്നിവരുടെയൊക്കെ ആദ്യ ചിത്രം ആർ.ബി. ചൗധരിക്കൊപ്പമായിരുന്നു. വിജയും മോഹൻലാലും ഒന്നിച്ച ജില്ലയായിരുന്നു സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ 85ാം ചിത്രം. തെന്നിന്ത്യൻ സിനിമയ്ക്ക് നിരവധി പ്രതിഭകളെയും ഹിറ്റ് ചിത്രങ്ങളെയും സമ്മാനിച്ച ഒരു വലിയ വ്യക്തിത്വത്തെയാണ് ആർ.ബി. ചൗധരിയുടെ വിയോഗത്തിലൂടെ ചലച്ചിത്ര ലോകത്തിന് നഷ്ടമായിരിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ നിർമ്മാണ പങ്കാളിയായി പല ബിസിനസ്സുകളിലും ചൗധരി ഒപ്പമുണ്ടായിരുന്നു. വിട, പ്രണാമം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചൗധരി സാർ, എന്നെ ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വസിച്ച വ്യക്തി, ഞാനൊരു വലിയ ബിസിനസ്മാൻ ആകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച വ്യക്തി, ഇന്ന് ഞാൻ ഈ നിലയിൽ എത്താൻ കാരണക്കാരനായ വ്യക്തി, എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ആദ്യം പങ്കുവയ്ക്കുന്ന വ്യക്തി, എനിക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും സാരമില്ല, ഉനക്ക് ഞാൻ ഇരിക്ക് എന്ന് പറയുന്ന എൻ്റെ എല്ലാം എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാക്കുകൾ. പിതാവിന്റെ പെട്ടെന്നുള്ള മരണവാർത്ത അറിഞ്ഞ് മകനും തമിഴ് നടനുമായ ജീവ മാനസികമായും തകർന്ന അവസ്ഥയിലാണ്. ചെന്നൈയിൽ വെച്ച് ആരോടോ ഫോണിൽ സംസാരിക്കവേ നിയന്ത്രണം വിട്ട് കരയുന്ന ജീവയുടെ വീഡിയോയും ഈ ദൃശ്യങ്ങൾ കണ്ട് പ്രേക്ഷകരും വളരെ നൊമ്പരത്തിലാണ്. നടൻ ശിവ ഉൾപ്പെടെയുള്ളവർ താരത്തെ ആശ്വസിപ്പിക്കുന്നതും കാണാമായിരുന്നു. രജനീകാന്ത്, ചിരഞ്ജീവി, പവൻ കല്യാൺ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആർ.ബി. ചൗധരിയുമായുള്ള തങ്ങളുടെ പഴയകാല സിനിമാ അനുഭവങ്ങൾ അവർ അനുസ്മരിക്കുകയും ചെയ്തു. ജീവയുടെ കരിയറിലും ജീവിതത്തിലും വലിയ സ്വാധീനമുണ്ടാക്കിയ വ്യക്തിയാണ് ആർ.ബി. ചൗധരി. അടുത്തിടെ തലൈവർ തമ്പി തലൈമയിൽ എന്ന സിനിമയുടെ ഇവന്റിൽ ജീവയും പിതാവും തമ്മിലുള്ള വൈകാരിക നിമിഷങ്ങളും ഉണ്ടായിരുന്നു. ജീവയ്ക്കൊരു സമ്മാനം നൽകുന്നെന്ന് പറഞ്ഞ പിതാവ് നടന്റെ കവിളിൽ ചുംബിച്ചു. എനിക്കൊരു BMW അവൻ വാങ്ങി തന്നു, അതുകൊണ്ട് ഞാനും ഒരു സമ്മാനം നൽകുന്നു എന്ന് പറഞ്ഞാണ് ആർ.ബി. ചൗധരി മകനെ ചുംബിച്ചത്. തന്നെ ജീവനോളം സ്നേഹിച്ച പിതാവിന്റെ വിയോഗത്തിൽ വിഷമിച്ചിരിക്കുന്ന ജീവയ്ക്ക് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ആശ്വാസവാക്കുകൾ അറിയിക്കുകയാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.